ലഹരിക്കെതിരെ യുവതയ്ക്കൊപ്പം എന്ന മുഖവാക്യവുമായി യുവജനങ്ങളുടെ കലയും സർഗാത്മകതയും വളർത്തുന്നതിന് വേണ്ടി, അവരുടെ ജീവിതം അനുഗ്രഹപ്രദമാക്കുന്നതിന് വേണ്ടി ഹമ്മിങ് ബേർഡ്സ് ഒരുക്കുന്ന ക്രിസ്മസ് പുതുവത്സര സമ്മാനമായിട്ടാണ് ഈ ഗാനോപഹാരം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് കൊമേഡിയനും റൈറ്ററുമായ വിൽ ഫെറൽ എന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. The best way to spread Christmas cheer is to sing aloud for all to hear. ക്രിസ്മസിൻ്റെ സന്തോഷം എത്തിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് പറയുന്നത് എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ അത് ഉറക്കെ പാടുക എന്നുള്ളതാണ്. ഇനി എന്താണ് ഉറക്കെ പാടേണ്ടത്, എന്താണ് ക്രിസ്മസിൻ്റെ സന്തോഷം എന്നത് ഒരു ചോദ്യമുണ്ട്. അതിനുത്തരമായിട്ട് ഇംഗ്ലീഷ് റൈറ്ററായ പെഗ് ബ്രൈക്കൻ എന്ന് പറയുന്നവർ അവർ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ദ ഗിഫ്റ്റ്സ് ഓഫ് ടൈം ആൻഡ് ചിയർ ആർ ദ ബേസിക് ഇൻഗ്രീഡിയൻസ് ഓഫ് ട്രൂലി മെറി ക്രിസ്മസ് എന്നാണ്. യഥാർത്ഥത്തിലുള്ള ക്രിസ്മസിൻ്റെ സന്തോഷത്തിൻ്റെ ചേരുവകളെന്ന് പറയുന്നത് അത് സമയവും സ്നേഹവുമാണ്. നമ്മുടെ ഈ ക്രിസ്മസ് ഗാനോപഹാരത്തിൻ്റെ സന്ദേശവും അത് തന്നെയാണ്. നമ്മുടെ സ്നേഹമുള്ള പ്രിയപ്പെട്ട ഡെന്നി സാറ് എഴുതിയിരിക്കുന്ന വരികളും അത് തന്നെയാണ്. അതിന് ഹൃദയങ്ങളിൽ ചേക്കേറാൻ വേണ്ടി ഉതകുന്ന സംഗീതം നൽകിയിരിക്കുന്ന റുഡോൾഫ് ജിക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ആ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ തീരഭൂമിയിൽ പുൽക്കൂടൊരുക്കുമ്പോൾ നമ്മളിൽ നന്മ നിറയണം, സ്നേഹം ഉദിക്കണം എന്നാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അയൽക്കാരനിലേക്ക് നന്മയായി നമ്മൾ വളർന്നിറങ്ങണം. നമ്മൾ അയൽക്കാരനിൽ ദൈവത്തെ ദർശിച്ച് നന്മ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ കൂട്ടായ്മയായി അപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ നിശ്ചയമായും നമ്മളിലെ കാൽവരികൾ അപ്രത്യക്ഷമാകും, നമ്മുടെ യാതനകൾ ഇല്ലാതാകും എന്ന് ഈ ഗാനത്തിൻ്റെ വരികൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ക്രിസ്മസ് സന്ദേശം, ഈ ക്രിസ്മസിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം, ഈ സന്തോഷത്തിൻ്റെ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ, നമ്മുടെ ദേശത്ത് മുഴുവനിലും ലോകമെമ്പാടും ഇതിൻ്റെ ഈ വിത്ത് വിതയ്ക്കപ്പെടട്ടെ. അത് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ 100 മേനിയും 60 മേനിയും 30 മേനിയും ഒക്കെ വളരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഹമ്മിങ് ബേർഡ്സിന് ഒരുപാട് ആശംസകൾ നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നന്മകൾ നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.